നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർ. എനിക്കൊപ്പം ഇന്ന് ഉള്ളത് 2020 പ്രസിഡന്റ് സാബു എം ജേക്കബാണ്. നിങ്ങൾക്കറിയുന്ന പോലെ ഒരു ചാരിറ്റി ഓർഗനൈസേഷനായി തുടങ്ങി 2020 ഇപ്പോൾ എന്നൊരു കേരളത്തിലൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആസന്നമായി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വാശിയേറിയ ഒരു പോരാട്ടത്തിൻ്റെ നടുവിൽ നിന്നാണ് സാബു എം ജേക്കബ് നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളൊരു അടിമുടി പ്രൊഫഷണലായിട്ടുള്ള ഒരു വ്യവസായിയായിരുന്നു. അങ്ങനെ ഒരു വ്യവസായിയുടെ മേലങ്കിയൊക്കെ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് തന്നെ ആ സിംഹാസനം അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ തന്നെ താങ്കളൊരു 24 മണിക്കൂറുമുള്ള ഒരു 24 hours പൊളിറ്റീഷ്യനും ആകുന്നു. അപ്പോൾ ഇത് തമ്മിൽ പൊരുത്തപ്പെട്ടു പോകും. പ്രത്യേകിച്ച് കേരളം പോലെ ഒരു സ്ഥലത്ത്, നിങ്ങൾ പറയുന്ന ഒരു രാഷ്ട്രീയ പരിസ്ഥിതി ഇല്ലെന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്രൊഫഷണൽ പൊളിറ്റീഷ്യൻ ആകാൻ ഉള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്തായിരുന്നു? അല്ല, ഇവിടെ എന്നെ ഒരു രാഷ്ട്രീയക്കാരനാക്കി മാറ്റിയത് ഇവിടുത്തെ ഇടതും വലതും പാർട്ടികളാണത്. കാരണം വ്യവസായി എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട ഒരാളല്ല. പക്ഷേ ചില സാഹചര്യങ്ങൾ, കാരണം ഈ നാട് നശിച്ചു പോകുന്നത് കണ്ട്, ഇവിടുത്തെ പട്ടിണി കണ്ട്, അതിൽ മനം നൊന്ത് ഇതിനെന്തെങ്കിലും ഒരു നാടിന് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ എൻ്റെ ഉദ്ദേശം രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നല്ലായിരുന്നു. ആ നാട്ടിൽ ഒരു മാതൃകാ നാടുണ്ടാക്കി, ഒരു ഗ്രാമം ഉണ്ടാക്കി, പട്ടിണിയില്ലാത്ത, അമ്മമാരുടെ കണ്ണുനീര് വീഴാത്ത, കുട്ടികളുടെ കണ്ണുനീര് വീഴാത്ത, സന്തോഷവും സമാധാനവുമുള്ള ഒരു നാട്. നമ്മൾ പണ്ട് പറയില്ലേ മാവേലി നാട്, അതുപോലെ ഒരു നാടുണ്ടാക്കിയിട്ട് നമ്മുടെ നാടിനെ ഇങ്ങനെ ആക്കിയ രാഷ്ട്രീയക്കാരോട് വിളിച്ചു പറയണം ഇതും ഇവിടെ സാധ്യമാണ് എന്ന്. ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഇറങ്ങിയത്. അങ്ങനെ കുടിവെള്ളമില്ലാത്ത സ്ഥലത്ത് കുടിവെള്ളം അടിക്കുന്നു, വീടുകളില്ലാത്തവർക്ക് വീട് പണിയുന്നു. അപ്പോൾ എന്തോ രാഷ്ട്രീയക്കാർ അപകടം മണത്തു. ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നാളെ ഇതെന്താവും? താങ്കളുടെ കടന്നുവരവ് അന്നൊരു സംശയിച്ചിരുന്നു. ശരിക്കും അവരെന്നെ ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കും അത്? കാരണം അന്ന് ഇങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ, അന്നില്ല. അപ്പോൾ അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞ് അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവർ ഈ ജനങ്ങൾ എൻ്റെ കൂടെ പിന്നിലിങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് അണിനിരക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വളർന്നു പോയി കഴിഞ്ഞാൽ അത് അവർക്ക് അപകടമാവും, അവരുടെ കാലിനടിയിലും മണ്ണൊഴുകിപ്പോകും എന്നുള്ളൊരു തോന്നലായിരിക്കാം. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ പഞ്ചായത്തിൻ്റെ അധികാരം വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന പദ്ധതികളൊക്കെ കയറി സ്റ്റോപ്പ് മെമ്മോ ഇടാൻ തുടങ്ങി. ഞാൻ കുഴൽ കിണറടിക്കുന്നു. ഇത് 1,00,000 വീടിൽ 40 വീടുകൾ, ഒരു ടാപ്പ്, 1 മണിക്കൂർ കിട്ടുന്ന വെള്ളത്തെ ആശ്രയിച്ച് 40 വീടുകൾ കഴിയുക. അവിടെ ഞാൻ കുഴൽ കിണറടിച്ചു. അവർക്കെല്ലാം ഇൻഡിവിജ്വൽ 24/7 കണക്ഷൻ കൊടുത്തു. ഒരെണ്ണം കൊടുത്തു, 2 എണ്ണം കൊടുത്തു, 3-ാമത്തെ കൊടുത്തപ്പോൾ സ്റ്റോപ്പ് മെമ്മോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.